ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യൻ ഈ പ്രശ്നം വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ട് ശ്യാമിനോട് വണ്ടി എടുക്കാൻ പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിൽ രാമനാഥനെയും ഈ പറയുന്ന വാസന്തിയാണ് കാണിക്കുന്നത്. അവർ മനഃപൂർവ്വം രാമനാഥൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അച്ഛനോട് പറയണം, അച്ഛ, നമ്മുടെ ശബരിയുടെ ജീവിതം വലിയ പരിതാപകരമാണ്. എന്താ അവൻ്റെ ജീവിതത്തിന് ഇത്ര വലിയ കുഴപ്പം? അല്ല, ശബരിക്ക് ഇനി ഒരു തുണ വേണം. ശബരിക്ക് തുണയല്ലേ ദയ? അല്ല, ദയ ശബരിയെ ചതിച്ചവളല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആർക്കും ചെറുപ്പത്തിലൊരു തെറ്റ് പറ്റാലോ എന്ന് പറയും. അപ്പോൾ ഉടൻ തന്നെ അങ്ങനെ എല്ലാവരും പറയുമായിരിക്കും. പക്ഷേ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ, ദയ എന്തായാലും ചതിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. ദയ ശബരിയുടെ മനസ്സറിയാൻ ശ്രമിക്കുക ഒന്നും തന്നെ ദയ ചെയ്യുന്നില്ല. ദയയുടെ കാര്യം നോക്കി ഇഷ്ടത്തിന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ഇന്നലെ രാത്രി അച്ഛ, ഞാനൊരു സംഭവം കണ്ടു. എന്ത് കണ്ടു? എന്താ നീ പറഞ്ഞു വരുന്നത്? അതെ, ഇന്നലെ രാത്രി അനിതയുടെ റൂമിൽ ഏകദേശം ഒരു 2 മണിക്ക് ശബരി അനിതയുടെ റൂമിൽ ചെന്നിരിക്കുന്നു. അത് കേട്ട ഉടൻ തന്നെ എന്താ വാസന്തി നീ പറയുന്നത്? അതെ, ധനേട്ടൻ അത് കണ്ടിട്ട് എന്നെ വിളിച്ച് കാണിച്ചു തന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 2 മണി അസമയത്ത് ധനൻ എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് രാത്രിയിൽ നടക്കുന്നത്? അതെ, നമ്മുടെ കുടുംബത്തോടുള്ള കരുതലാണ് എന്ന് പറയാനായിട്ട്. അപ്പോൾ കേൾക്കുന്ന രാമനാഥൻ അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെടില്ല. ആ സമയമാണ് ധനൻ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ രാമനാഥൻ പുറത്തോട്ട് കിടക്കുകയാണ്. അപ്പോൾ അനിത ചൂടുവെള്ളം എന്ന് പറയട്ടെ ജീരകവെള്ളം കൊടുത്തിട്ട് ഇതാ അച്ഛ എന്ന് പറഞ്ഞ് കൈകളിൽ കൊടുക്കണം കേട്ടോ. ഇതേ സമയം വാസന്തി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കി തന്നെ രാമനാഥൻ പറയണം, അനിത, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് അതിൻ്റെതായ വിഷമമുണ്ടോ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ, എന്താ വെച്ചാൽ, അല്ല, ഇന്നലെ രാത്രി ഏകദേശം 2 മണി സമയത്ത് നിന്റെ അടുത്തോട്ട് ശബരി വന്നിരുന്നോ? മണിയുടെ സമയമൊന്നും എനിക്കറിയില്ല, ഏകദേശം എത്രയെന്ന് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. ഇന്നലെ രാത്രി ശബരി എൻ്റെ അടുത്ത് വന്നിരുന്നു. അതെന്തിനാ വന്നത്? അത് അവൻ ഇന്നലെ എന്തോ ദുസ്വപ്നം കണ്ടുവെന്നോ പിന്നീട് അവൻ്റെ കുഞ്ഞിനെ അവന് വേണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു എന്ന് പറയണ്ട. അപ്പം ഇത് കേൾക്കുന്ന വാസന്തിയും ധനനും അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ വാസന്തിയോടും ധനനോട് അവിടെ നിന്ന് നിങ്ങളൊന്ന് പോകാൻ വരട്ടെ, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത വരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അപ്പോൾ ഉടൻ തന്നെ അച്ഛൻ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അച്ഛൻ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചോദിക്കണം? അതെ, അങ്ങനെ മനസ്സിലിട്ട് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കി അത് വലിയൊരു ബലൂണാക്കി വീർപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഉള്ളതുപോലെ തന്നെ ചോദിച്ചറിഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വാസന്തിയും തന്നെയാണ് ഓടടാ ഓട്ടം. അപ്പോഴേക്കും ഇങ്ങനെ രാമനാഥൻ പറയണേ അനിതയോട്, അനിതയെ സോറി കേട്ടോ, കാരണം ഞാനിങ്ങനെ പറഞ്ഞത് അവരുടെ മനസ്സിലുള്ള കറ അപ്പോഴേക്കപ്പോൾ തന്നെ നീക്കം ചെയ്യേണ്ട എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇത് കേട്ട അനിതയ്ക്ക് സംഭവങ്ങളൊക്കെ പിടികിട്ടിയതട്ടെ. അനിത പറയണ സാരല്ല അച്ഛാ, പറയുന്നവർ പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദാസിൻ്റെ വീടാണ്. അവിടെ ചീരവും ഈ പറയുന്ന അമ്പിളിയും രഘുവൊക്കെ ഉണ്ട് കേട്ടോ. അവർ ദയയെക്കുറിച്ചുള്ള ചർച്ചയാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ ചീരു പറയണം, അച്ഛൻ എനിക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ദാസ് ചോദിക്കുകയാണ്, അണ്ണൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു ചെറുപ്പത്തിൽ ഒരു തെറ്റ് പറ്റി, ആ തെറ്റ് പിന്നീട് അങ്ങോട്ട് തുടർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മകളോട് മറ്റുള്ളവർക്ക് ക്ഷമിക്കാമെങ്കിൽ എനിക്ക് ക്ഷമിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് കേൾക്കുന്ന ദാസ് പറയണത്, എന്തായാലും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് കരുതിയത് എന്തായാലും ശാന്തതയോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട രഘു പറയണേ, ഞാൻ ആകെ പേടിച്ചിരുന്നു. അമ്മാവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അമ്മാവൻ തകരുമോ എന്നൊരു പേടി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് കേട്ട അമ്പിളി പറയുന്നത് ശരിയാണ്, അച്ഛന് തകരുമോ എന്നൊരു പേടി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛനായി തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടതിൽ വലിയൊരു സമാധാനം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം തന്നെ ഇവിടെ ഇങ്ങനെ ദാസിനാവുകയാണ്. അപ്പോൾ ദാസ് പറയണേ, എന്തായാലും രഘു, നീ പെട്ടെന്ന് നമ്മുടെ വിനയനെ വിളിക്ക്. തുടക്കം മുതൽ വിനയൻ ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ടതാണ്, അതുകൊണ്ട് വിനയനെ വിളിക്കുകയെന്ന് പറയട്ടെ. അങ്ങനെ ഫോൺ എടുക്കുമ്പോഴാണ് ചീരു അടുത്തുണ്ട് എന്നുള്ള ഓർമ്മ എല്ലാവർക്കും വരുന്നത്. അപ്പോൾ രഘു എന്ത് ചെയ്യുന്നു, ചീരുവിനെ എങ്ങനെ നോക്കണ്ട, ഈ നോട്ടം കാണുമ്പോൾ തന്നെ ഒട്ടും തന്നെ ഇങ്ങനെ ചീരുവിനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ചീരു പറയുന്നത്, എനിക്ക് മനസ്സിലാവാത്ത നിങ്ങളെല്ലാവരും എന്തിനാണ് അയാളെ തൊട്ടതിനും പിടിച്ചത് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. അപ്പോഴേക്കും ദാസ് പറയണേ, മോളെ, നീ വിചാരിക്കുന്ന പോലെ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ഇനിയിപ്പോൾ നാളെ എൻ്റെ കുഞ്ഞിനെ പോലും അവനക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ട് അത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയണ, മോളെ, ഈ കാര്യത്തിൽ വിനയൻ ഒരുപാട് ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ മേലെ ഇനി അടിച്ചേൽപ്പിക്കും. ചീരു, നീ ആ കുഞ്ഞുങ്ങളെ വിനയന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട്, എന്നാൽ നിങ്ങൾ എന്നോട് പോകാൻ പറഞ്ഞ ഒരിക്കലും ഞാൻ പോവില്ല. ചീരുവിന് ഇനി ജീവിതം, അയാളുമായിട്ടൊരു ജീവിതം അത് ചീരു ആഗ്രഹിക്കുന്നില്ല, ചീരു ഇനി പോകത്തുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ചീരു അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ മിഥുനെയാണ് കാണിക്കുന്നത്. മിഥുൻ ആൻ്റണിയോട് പറയാണ്, എന്തായാലും 20 ലക്ഷം എൻ്റെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട ആൻ്റണി പറയണേ, മിഥുൻ, നീ ആൾ കൊള്ളാല്ലേ, നീ എത്ര പെട്ടെന്ന് ഇക്കാര്യം സാധിച്ചെടുത്തു, നിൻ്റെ ആ ഒരു ബുദ്ധി പറയാതിരിക്കാൻ വയ്യ എന്ന് പറയണ്ട. ഇതേ സമയം നീ എന്താ ഇനി ഉദ്ദേശിക്കുന്നത്? അവളെ ഇനി വെറുതെ വിടാനാണോ? ഇത് കേട്ട മിഥുൻ പറയണേ, വണ്ടിയൊക്കെ തയ്യാറല്ലേ, എങ്ങനെയാണ് അവളെ കൊണ്ടുവിടുന്നത്? 20 ലക്ഷം കിട്ടി അവളെ കൊണ്ടുവിടുന്നുണ്ട്, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുവിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻ്റണി പറയണേ, ഞങ്ങളുടെ വണ്ടിയിൽ ജംഗ്ഷൻ വരെ കൊണ്ടുപോകുള്ളൂ, പിന്നീട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയിക്കോട്ടെ, ഓട്ടോ
ഓട്ടോയിൽ എന്തിലാച്ചാൽ പോയിക്കോട്ടെ, അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മിഥുൻ പറയട്ടെ, എന്തായാലും ഞാനൊന്ന് അവളെ പോയി കാണട്ടെ, നീ ഏത് രീതിയിലാണ് അവളെ കാണാൻ പോകുന്നത്, എങ്ങനെയാണ് അവളെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് പറയുമ്പോൾ ഒരു പുഞ്ചിരി കേട്ടോ. അങ്ങനെ പുഞ്ചിരിയോട് കൂടി ദയയുടെ അടുത്തോട്ട് പോവാണ്. എന്നാൽ ദയ ആണെങ്കിൽ വലിയ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. തൻ്റെ കൂടെ ആ ഒരു ലേഡിയും ഉണ്ട്, ഒരു പയ്യനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം അങ്ങോട്ടേക്ക് മിഥുൻ ഇങ്ങനെ കയറി വരിക. അപ്പോൾ മിഥുനെ കാണുന്ന ദയ കടിച്ചു കീറാണ്. എന്തായി, നിനക്ക് നിൻ്റെ പണം എൻ്റെ ശബരിയേട്ടൻ അയച്ചു തന്നില്ലേ? അത് കേട്ടോടെ തന്നെ നിൻ്റെ ശബരി പറയുന്നത് പോലെ 20 ലക്ഷം അയച്ചു തന്നിട്ടുണ്ട്, എന്നാൽ ഇനി എന്നെ വെറുതെ വിട്ടൂടെ? അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവുമോ ദയെ? അത് ഒരു കാര്യം പറയണ്ട. അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന സ്ത്രീയോട് ഈ പയ്യനോടും പറയണേ, അതെ ആൻ്റണി പറഞ്ഞ ആ വണ്ടി പുറത്ത് വന്നിട്ടുണ്ടോ, ഒന്ന് നോക്കിയെന്ന് പറയണ്ട. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയം ദയോട് പറയണേ, അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോയാൽ എങ്ങനെ? പിന്നെ നിനക്ക് ഇനി എന്താ ആവശ്യം? നീ പറഞ്ഞത് പ്രകാരം ഞാൻ ഒറ്റയ്ക്ക് നിൻ്റെ അരികിൽ വന്ന് പണം ഒപ്പിട്ട് തന്നും പോരാ, പിന്നെയും നീ എന്നെ ദ്രോഹിച്ചും കൊണ്ടിരിക്കുകയാണോ എന്നിങ്ങനെ പറഞ്ഞ ഉടനെ അവിടെ പറയണേ, അതെ നീ ഒരിക്കലും നിൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലടിയില്ലേ എൻ്റെ നന്ദു എന്ന് പറയുന്നവനെ ഒരു ഇരട്ട സഹോദരൻ അവൻ്റെ മുഖഛായത്തോട് കൂടിയിട്ട് ഒരാൾ വരുന്നുവെന്ന് നീ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ലല്ലേ എന്ന് പറയുമ്പോൾ ദയക്ക് ആ ഒരു വിഭ്രാന്തി വരികയാണ് കേട്ടോ. ദയ ആകെ ഇങ്ങനെ തല ചൊറിയാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ദയ പറയണേ, നീ എന്താടാ ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണല്ലോ, നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനെക്കുറിച്ച് നീ ഒന്നും പറയണ്ട. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എൻ്റെ നന്ദുവിനെ നീ ഒരു കാലത്ത് പ്രണയിച്ചു, പിന്നീട് അതെല്ലാം മറന്ന് നീ ശബരിയുടെ അരികിലോട്ട് പോയി, എന്നിട്ട് എൻ്റെ നന്ദുവിനെ സ്നേഹത്തോടു കൂടി വിളിച്ചു വരുത്തി ടെറസിന് മുകളിൽ തള്ളിയിട്ടതും പോരാ എന്ന് പറയുമ്പോൾ ദയക്ക് മനസ്സിലായി അവൻ്റെ സ്വഭാവം ശരിയല്ല, അവൻ എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് തൻ്റെ അടുത്തോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കിയ ദയ പറയണേ, നീ എന്നെ വീട്ടിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്, നീ 20 ലക്ഷവും കിട്ടിയാൽ പോരാ, പിന്നെയും നീ എന്നെ ദ്രോഹിക്കുന്നു, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ? നീ എൻ്റെ നന്ദുവിന് ഒരു പ്രാവശ്യം കീഴടങ്ങിയവളല്ലേ, അതുപോലെ എനിക്കും അങ്ങ് കീഴടങ്ങിയാൽ എന്താ? അപ്പോൾ ഉടൻ തന്നെ അവിടെ ഞാനൊരു പെണ്ണാണ്, നല്ലൊരു പെണ്ണാണെങ്കിൽ, നല്ല അഭിമാനമുള്ള പെണ്ണാണെങ്കിൽ ഒരിക്കലും ഇനി ഒരു കീഴടങ്ങലില്ല എന്ന് പറയാം കേട്ടോ. പിന്നെ നീ നന്ദുവിന് പിന്നെ കീഴടങ്ങിയതിന് ശേഷം പിന്നീട് നീ ശബരിയുടെ അടുത്തോട്ട് പോയില്ലേ, എല്ലാം മറന്ന് ശബരിയെ സ്നേഹിച്ചില്ലേ, അതുപോലെ അങ്ങ് നന്ദുവിൻ്റെ ഇരട്ട സഹോദരനായ മിഥുൻ്റെ അടുത്തൊന്ന് കീഴടങ്ങിയതിന് ശേഷം നീ ഈ പറയുന്ന ശബരിയുമായി ഒരു ജീവിതം തുടങ്ങി. കാത്തു കേൾക്കുന്ന ദയക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ദയ കാരണം നോക്കി ഒന്നാണ്ട് കൊടുക്കട്ടോ. എന്നിട്ട് പറയണേ, എന്താടാ നീ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഇത്ര വൃത്തികെട്ടവളാന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഒരു പെണ്ണിന് ഒരു തെറ്റ് എപ്പോഴും പറ്റാം, പക്ഷേ ആ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ ഒരു തെറ്റിലോട്ട് ഒരു പെണ്ണ് പോവില്ല എന്ന് പറയണ്ട. ഓഹോ, അവൾ അങ്ങനെയാണോ? എന്നാൽ നിന്നെ ഞാൻ കീഴടക്കിയിട്ടേ കാര്യമുള്ളതെന്ന് പറഞ്ഞ് ദയയെ കൂട്ടി പിടിച്ച് കൊണ്ടുപോയി നിലത്തണ്ട് കിടത്തണം കേട്ടോ. അപ്പോഴേക്കും ദയ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ദയ ഇങ്ങനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മിഥുൻ പോകുന്നില്ല. അപ്പോൾ ദയയുടെ കയ്യിൽ അവർ അറിയാതെ ഒരു കുപ്പി കിട്ടണം. ആ കുപ്പി കൊണ്ട് മിഥുൻ്റെ തലക്കടിക്കുമ്പോൾ എന്ന് പറഞ്ഞ് മിഥുന് ചോര കൊണ്ട് പിടയുന്നുണ്ട്. എന്താടി നീ എന്നെ കാണിച്ചതെന്ന് പറഞ്ഞ് വീണ്ടും ദയയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ദയ എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്ന ആ കുപ്പിയുടെ ചില്ലുണ്ടല്ലോ, അതുകൊണ്ട് വയറ്റിലോട്ട് ഒരൊറ്റ കുത്തിയിട്ട് ദയ അവിടുന്ന് ഓട്ടം ഓടാട്ടോ. പിന്നീട് മുറ്റത്ത് ഇറങ്ങുമ്പോഴാണ് തൻ്റെ കയ്യിൽ ചോരക്കറ പറ്റിയിരിക്കുന്നത് ദയ മനസ്സിലാക്കുന്നത്. അങ്ങനെ ദയ അവിടെ അത് ഇട്ടിട്ട് ഷാൾ കൊണ്ട് തുടച്ചിട്ട് ദയ വീണ്ടും ഓട്ടം ഓടാണ്. അപ്പോൾ ദയ ഓടുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പോഴായിരിക്കും ആ വഴി വിനയം വരുന്നത്. അപ്പോഴേക്കും വിനയൻ, ദയ നീ എങ്ങോട്ടാണ് ഈ ഓടുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ദയ പറയണേ, നിന്നെ അവൻ വിട്ടില്ലേ, നിന്നെ അവൻ ഇവിടെയാണ് ഇറക്കി വിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഓരോന്ന് കഴിഞ്ഞാൽ ഓരോന്നാണ് ചോദിക്കുന്നത്. അവൻ എന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയപ്പോൾ ഞാൻ അവനെ കുത്തിയെന്ന് പറയട്ടെ, എന്നിട്ട് നീ എങ്ങോട്ട്? ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് എന്ന് പറയുമ്പോൾ ദയ എന്താ നീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് വിനയം പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എവിടെയും എല്ലാവർക്കും വിനയൻ ഒരു അടിപൊളിയായി തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ചീരുവിന് വിനയനെ അംഗീകരിക്കേണ്ട ആ അവസ്ഥയിൽ എത്തുന്ന കഥയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.